ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ജീവൻ എന്ന ഈ മഹാത്ഭുതം ഒരുപക്ഷെ രൂപം കൊണ്ടുവന്നിരുന്നത് സൗരയൂഥത്തിലെ മറ്റ് ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ഒന്നിലായിരുന്നുവെങ്കിലെന്ന്? ഭൂമിയിൽ കുത്തിയൊലിച്ച് പെയ്യുന്ന മഴക്കാലവും വേനൽ ചൂടിൽ നമ്മളെ വട്ടം കറക്കുന്ന വേനൽക്കാലവും മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത മഞ്ഞുകാലവും. ഒരുപക്ഷെ നമ്മൾ ജനിച്ചിരുന്നത് സൗരയൂഥത്തിൽ തന്നെ മറ്റ് ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ഒന്നിലായിരുന്നുവെങ്കിൽ എന്താകുമായിരിക്കും നമുക്ക് അവിടെ അനുഭവപ്പെടുക ഉണ്ടായിരിക്കുക? അതിലേക്ക് പോകും മുന്നേ തന്നെ ഭൂമിയിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയെന്നും കൂടെ നമുക്ക് ചെറുതായി ഒന്ന് നോക്കാം. കത്തിയെരിയുന്ന സൂര്യനെ നിരന്തരമായി വലയം വെക്കുന്ന ഭൂമിയുടെ കറക്കമാണ് ഭൂമിയിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ രൂപം കൊള്ളുന്നതിന് കാരണമായി മാറുന്നത്. ഭൂമി എല്ലാ കാലവും സൂര്യനെ ഒരേപോലെയാണ് വലയം വെക്കുന്നതെങ്കിൽ ഭൂമിയിൽ ഒരു പ്രദേശത്ത് എപ്പോഴും ഒരേ കാലാവസ്ഥ മാത്രമായിരിക്കും രൂപം കൊണ്ടുവരിക. എന്നാൽ പക്ഷേ ഭൂമിയിൽ ഒരു പ്രദേശത്ത് തന്നെ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകളാണ് രൂപം കൊണ്ടുവരുന്നത്. അതിന് കാരണം നമ്മുടെ ഭൂമി സൂര്യനെ വലയം വെക്കുന്നത് 23.5 ഡിഗ്രി ചെരിവോടുകൂടിയാണ്. ഇതിനെ തുടർന്ന് ഓരോ കാലഘട്ടത്തിലും സൂര്യപ്രകാശം നേരെ പതിക്കുന്ന പ്രദേശങ്ങളിലും കാലാകാലങ്ങളായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സൂര്യൻ്റെ അപ്പരൻ്റ് മൂവ്മെൻറ്റിനെ തുടർന്നിട്ടാണ് ഭൂമിയിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ രൂപം കൊണ്ടുവരുന്നതും. ആദ്യമായി തന്നെ നമുക്ക് ചൊവ്വയിലേക്ക് പോകാം. കാലാകാലങ്ങളായി തന്നെ മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ് ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കുക എന്നതും. ഒരു കാലത്ത് ഭൂമിയെപ്പോലെ തന്നെ കാറ്റും കോളും മഴയും നദിയും പുഴയും ഇടിമിന്നലും എല്ലാം ഉണ്ടായിരുന്ന ആ കൊച്ചു ഗ്രഹത്തെ അതിൻ്റെ പഴയ കാലത്തേക്ക് തിരിച്ച് കൊണ്ടുപോകുക എന്നതും. 95% കാർബൺ ഡയോക്സൈഡിനാൽ നിർമ്മിതമായ ചൊവ്വയുടെ അന്തരീക്ഷം വളരെ നേർത്തതും വരണ്ടതുമാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകൽ സമയങ്ങളിൽ കൂടെ താപനില -20 ഡിഗ്രി മുതൽ അത്യാവശ്യം ചൂടുള്ള +25 ഡിഗ്രി വരെയുമായിരിക്കും. അതിനൊരു പ്രധാന കാരണം ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിൻ്റെ 1.5 മടങ്ങ് അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിൽ ഭൂമിയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ 44% മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതും വളരെ ദുർബലമായ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ തുടർന്ന് പകൽ സമയങ്ങളിൽ ഈ താപനിലയിൽ എത്തുകയും രാത്രികാലങ്ങളിൽ താപനില കുറഞ്ഞ് അതികഠിന തണുപ്പായ -100 ഡിഗ്രിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഭൂമിയുടെ 23.5 ഡിഗ്രി ചെരിവിന് സമാനമായി തന്നെ ചൊവ്വയ്ക്കുള്ള 25.2 ഡിഗ്രി ചെരിവും ഹൈലി എലിപ്റ്റിക്കലായ ഓർബിറ്റിലുമുള്ളതിനാൽ സൂര്യപ്രകാശം വിവിധ കാലഘട്ടങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ തോതിലായിരിക്കും ഗ്രഹത്തിൻ്റെ ഉത്തരധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ലഭിക്കുകയുണ്ടായിരിക്കുക. ആയതിനാൽ തന്നെ ദക്ഷിണ ധ്രുവത്തിൽ വേനൽക്കാലം കുറച്ച് നാളുകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ എങ്കിലും താരതമ്യേന ചൂട് കൂടുതലുള്ള വേനൽക്കാലമായിരിക്കും ദക്ഷിണ ധ്രുവത്തിൽ അനുഭവപ്പെടുക. എന്നാൽ ചൊവ്വയുടെ ഉത്തരധ്രുവത്തിലാകട്ടെ വേനൽക്കാലം കുറേ അധികം നാളുകൾ നീണ്ടു നിൽക്കുമെങ്കിലും താരതമ്യേന ചൂട് കുറവുള്ള വേനൽക്കാലമായിരിക്കും അവിടെ അനുഭവപ്പെടുക. വേനൽക്കാലമെന്ന് നമ്മൾ പറയുമ്പോൾ കൂടെ നട്ടുച്ച സമയത്ത് 25 ഡിഗ്രി വരെ ഉയരുന്ന താപനില രാത്രിയാകുമ്പോഴേക്കും 0 കടന്ന് -100 ഡിഗ്രിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടം വരെ ചൊവ്വയ്ക്ക് വളരെ കട്ടിയുള്ള അന്തരീക്ഷമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി പെയ്യുന്ന മഴയും അതിൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന നദികളും ഈ കൊച്ചു ഗ്രഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഏതൊരു ഗ്രഹത്തിനും കട്ടിയുള്ള അന്തരീക്ഷം വേണമെങ്കിൽ സൂര്യൻ ഉൾപ്പെടെയുള്ള ഉറവിടങ്ങളിൽ നിന്നും ഗ്രഹത്തെ ലക്ഷ്യമാക്കി വരുന്ന അപകടകാരികളായ കിരണങ്ങളെ തടഞ്ഞു നിർത്തേണ്ടതായുണ്ട്. എന്നാൽ പക്ഷേ താരതമ്യേന ചെറിയ ഗ്രഹമായതിനാൽ തന്നെ അനേകം കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കൊച്ചു ഗ്രഹത്തിൻ്റെ കോറ് തണുത്തുറഞ്ഞു പോകുകയും കാന്തിക വലയങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ബഹിരാകാശത്തു നിന്നും വരുന്ന കിരണങ്ങളും സോളാർ വിൻഡുകളുമെല്ലാം അന്തരീക്ഷവുമായി നേരിട്ടിടപെടുകയും എനർജൈസിങ്ങും അയണൈസേഷനും അറ്റ്മോസ്ഫിയറിക് സ്പ്യൂട്ടറിംഗ് പോലുള്ള വിവിധ പ്രതിഭാസങ്ങളുടെ ഫലമായി കാലക്രമേണ ഈ ഒരു അന്തരീക്ഷം നശിച്ച് പോകുകയുമായിരുന്നു.
മനുഷ്യൻ ചൊവ്വയിൽ സ്ഥിരതാമസമാക്കുവാൻ പദ്ധതികൾ ഇടുമ്പോൾ തന്നെ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഇതാണ്. വളരെ നേർത്ത അന്തരീക്ഷമായതിനാൽ തന്നെ വലിയ രീതിയിൽ റേഡിയേഷൻ ചൊവ്വയിൽ എത്തിച്ചേരുകയും അതിൻ്റെ ഫലമായി ചൊവ്വയിൽ എത്തിച്ചേരുന്ന ഓരോ ആസ്ട്രോണറ്റ്സിനും അഭിമുഖീകരിക്കേണ്ട വരിക വളരെ വലിയ രീതിയിലുള്ള റേഡിയേഷനുകളായിരിക്കും. ചൊവ്വയിലേക്ക് നടത്തുന്ന ഓരോ യാത്രയിലും 1000-ഓളം എക്സ്റേകൾ എടുക്കുന്നതിന് സമാനമായ റേഡിയേഷനായിരിക്കും അവർ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നത്. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പഠനങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ എല്ലുകൾക്കും പേശികൾക്കും ഗുരുത്വാകർഷണത്തിൻ്റെ അഭാവത്തെ തുടർന്ന് രൂപപ്പെട്ടു എന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ. കൂടാതെ പെർക്ലോറേറ്റിനാൽ സമ്പുഷ്ടമായ ചൊവ്വയിലെ പൊടിപടലങ്ങളും മണ്ണുമെല്ലാം തന്നെ വലിയ രീതിയിൽ ടോക്സിക്കുമാണ്. കാലാകാലങ്ങളായി ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ഈ പെർക്ലോറേറ്റുകൾ ശ്വസിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് മുതൽ മറ്റനേകം മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ പറയുകയാണെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി, റോക്കറ്റ് ലോഞ്ചുകളുടെ എണ്ണവും ലോങ് ടൈം ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അപര്യാപ്തതയും എല്ലാം തന്നെ മനുഷ്യന് ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കുക എന്ന ആഗ്രഹത്തെ വീണ്ടും ഒരു ചോദ്യചിഹ്നത്തിൽ എത്തി നിർത്തുന്ന ചോദ്യങ്ങളുമായി മാറുകയും ചെയ്യും. എന്നിരുന്നാലും മനുഷ്യന് ശാസ്ത്രപരമായി ഇത്രയും മുൻപോട്ട് പോകുവാൻ സാധിച്ചത് വിശദമായ പഠനങ്ങളിലൂടെ അവന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ പ്രതിസന്ധി അവന് മറികടക്കാനും സാധിച്ചിട്ടുള്ളതിനാലാണ്. ആയതിനാൽ തന്നെ ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കുവാൻ മനുഷ്യന് മുന്നിൽ അവൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഉത്തരം കണ്ടെത്തുകയും തന്നെ ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഒരു ബഹിരാകാശ പേടകത്തിൽ മനുഷ്യൻ ചൊവ്വയിൽ എത്തിച്ചേരുന്നു. മനുഷ്യ ശരീരത്ത് കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടെന്ന് വിചാരിക്കുകയല്ല, മനുഷ്യ ശരീരത്ത് കോടിക്കണക്കിനുള്ള ബാക്ടീരിയകളുണ്ട്. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന മനുഷ്യൻ ചൊവ്വയിൽ നിന്നും ഒരു ബാക്ടീരിയനെ കണ്ടെത്തുകയാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന് അത് ചൊവ്വയിലുണ്ടായിരുന്ന ബാക്ടീരിയയാണോ അതോ ഭൂമിയിൽ നിന്നും മനുഷ്യൻ കൊണ്ടുപോയ ബാക്ടീരിയയാണോ എന്ന് എങ്ങനെ വേർതിരിച്ചറിയുവാനായി സാധിക്കും? സോ ഈ ഒരു ചോദ്യം ഉത്തരം അറിയാവുന്നവർ പറയുക. സോ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഞാൻ വളരെ ചുരുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറും. ആയതിനാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചുരുക്കി ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.